നമസ്കാരം. അപ്പോൾ എംപുരാൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ ഡീഗ്രേഡ് അടിക്കുന്ന കുറച്ച് കൂതറ മീഡിയാസ് ഉണ്ട്. അത്തരത്തിൽ ഡീഗ്രേഡ് അടിക്കുന്നവർക്ക് വേണ്ടി പ്രേക്ഷകർ തിരിച്ചൊരു മറുപടി എന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. മീഡിയകളിൽ ഇപ്പോൾ ഡീഗ്രേഡ് അടിക്കുന്ന രീതിയിൽ ഒത്തിരി വാദങ്ങൾ പുറപ്പെടുന്നുണ്ട്, ശരിക്കും വർഗീയത എന്ന് ബേസ് ചെയ്തിട്ട്. അത് ഞാൻ അറിയില്ല, എനിക്ക് കൂടുതലായിട്ട് വർഗീയത കാര്യം പറയാനാണ്. പക്ഷേ ഇത് പ്രതീക്ഷ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഹൈപ്പ് എടുത്ത അത്ര ഇല്ല, സീരിയസ് ടെല്ലിംഗ് ഇല്ല. ഇംഗ്ലീഷ് പടം മൂയുന്ന പോലെയാണ്. ഞാൻ കണ്ടിരിക്കാം, ജസ്റ്റ് ഒരു വൺ ടൈം വാച്ച്. ശരിക്കും തിയേറ്ററിൽ മാത്രമേ OTT റിലീസായി കാണാൻ സാധിക്കും. കാണാം. ഏതാണ് ഗുണം? ഞാനും ടിക്കറ്റ് എടുത്തതല്ല, എനിക്ക് ടിക്കറ്റ് ഫ്രീ കിട്ടിയതാ. വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്പെക്ട് അത്ര ഇല്ല. അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടന്റെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? എന്തോ മോഹൻലാലിന്റെ അഭിനയം സൂപ്പറായിട്ടുണ്ട്. അതാണ് ഇംഗ്ലീഷ് പടം കാണുന്ന ഒരു മൊമെന്റ് ആണോ കിട്ടിയത്? എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട്. പൃഥ്വിരാജ് ആണെങ്കിലും അടിപൊളി, മോഹൻലാലാണെങ്കിലും കൂടുതൽ ഇന്റർവെല് കഴിഞ്ഞപ്പോഴത്തേക്ക് മോഹൻലാലിന്റെ എൻട്രി ഒക്കെ ആണെങ്കിലും ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് വന്നത്. ഈ ഒരു ചിത്രത്തിൽ വർഗീയത തോന്നിക്കുന്നുണ്ടോ? കണ്ടിട്ട് അങ്ങനെയൊന്നും പടം കണ്ട് നന്നായിട്ടുണ്ട്. ഈ മീഡിയകളിലെ ഡീഗ്രേഡ് അടിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഡിഗ്രേഡ് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നത്, പക്ഷെ പറയണത്രക്കൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വർഗീയതയെ കുറിച്ച് പറയുന്നുണ്ട്. പറയണുണ്ട്, കേസ് സംസാരിക്കാനുണ്ട്, പക്ഷെ എനിക്ക് അത്ര ഇതായിട്ട് ഫീൽ. ശരിക്കും ഒരു സിനിമയായിട്ടാണ് എടുത്തത് അല്ലേ? സിനിമയായിട്ട് തന്നെ കാണാം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അത് കഴിയുമ്പോൾ അത് ഇടാത്ത പഴയ കാലത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലൂടെ കാണിച്ചപ്പോൾ ഉണ്ടായ ഒരു തോന്നലുകൾ മാത്രമാണത് അല്ലേ? അത് ഓരോരുത്തരുടെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, മാനസികാവസ്ഥ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിപ്പോൾ ഞാനതൊരു ഫിലിമായിട്ട് മാത്രം കണ്ടിട്ട് അതിവിടെ തീർച്ചയായിട്ടും ഒരു ഇംഗ്ലീഷ് ചിത്രം കാണുന്ന അതേ സെയിം മൂവ്മെന്റ് ആയിരുന്നു ഓരോ സീൻ. അത്രക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മീൻസ് ഒരു ആവറേജ്. മീഡിയകളുടെ ഹൈപ്പ് കൊടുത്ത അത്രയും വന്നായിരുന്നു. ആക്ച്വലി ഞാൻ ഈ മൂവീസ് കാണാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ മീഡിയകളുടെ ഇതൊക്കെ ഒഴിവാക്കിയിരുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും റിവ്യൂസ് ഒന്നും കാണാതെയാണ് ഈ ഒരു ചിത്രം വന്ന് കണ്ടത്. ഒരു പരിധി വരെ എന്നെ കൊണ്ട് പറ്റുന്ന വരെ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. വീണ്ടും കാണാനുള്ളൊരു തോന്നൽ ഇല്ല, അങ്ങനെയില്ല. ഓക്കെ, വൺ ടൈം വാച്ചബിളാണ്. എന്തായാലും തിയേറ്ററിൽ നിന്ന് OTT-യിലേക്ക് പോയി കഴിഞ്ഞാൽ OTT-യിൽ കാണുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുന്നതാണോ നല്ലത്? തിയേറ്ററിൽ എപ്പോഴും കാണുന്നത് ഇപ്പോൾ ഏത് മൂവിയായാലും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടാവുമല്ലോ, ആ ഒരു ക്വാളിറ്റി ഉണ്ട് തിയേറ്റർ വാച്ച്. എന്തായാലും ഗുഡാണ് ഇവിടെ അല്ലേ? ഗുഡാണ്. ഇഷ്ടപ്പെട്ട പടം എങ്ങനെയുണ്ട്? ലാലേട്ടന്റെ അഭിനയം എങ്ങനെ? നല്ല അഭിനയം, കിടില അഭിനയം. ഈ മീഡിയകളുടെ വർഗീയതയെ കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട്, അതിനെ കുറിച്ച് എന്തെങ്കിലും തോന്നിയായിരുന്നു ചിത്രങ്ങൾ? ഇല്ല, വർഗീയത ഒന്നുമില്ല. നാച്ചുറലി നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പരിപാടിക്ക് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും വർഗീയത ആയിട്ട് കാണാതെ സിനിമ തന്നെയായിട്ട് കാണുക. വീണ്ടും കാണാൻ തോന്നുന്നുണ്ട്. കാണാം, എങ്ങനെയുണ്ട് പടം? ലാലേട്ടന്റെ അഭിനയം ഉണ്ട്. ലാലേട്ടന്റെ അഭിനയമൊക്കെ കൊള്ളാം. ഈ നമ്മളെ മീഡിയകളിലെ ഒരു ഹൈപ്പ് ഇട്ടതും അതോടൊപ്പം തന്നെ കുറച്ച് വിവാദം ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു വർഗീയത ബേസ് ചെയ്തിട്ട് കുറെ പടത്തിന്റെ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതി, സിനിമ മാത്രമായിട്ട് എടുത്താൽ മതി അല്ലെ? പഴയ ഒരു കാലഘട്ടത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വർഗീയത ഇപ്പോൾ മീഡിയകൾ കുത്തിനിറച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് ആ പഴയ കഥ അറിയാൻ പാടില്ല, അതുള്ളതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ശരിക്കും ഇതൊരു സിനിമ തന്നെയായി എടുത്താൽ ഒരു പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ലാലേട്ടന് ഒത്തിരി ഡയലോഗ്സ് കുറവാണ് എന്ന് പറയുന്ന ഒരു അതിശയം കൂടി അത് പൃഥ്വിരാജ് എടുത്തേക്കുന്ന അങ്ങനെയാണ് പുള്ളിക്കാരന്റെ ആ ഒരു ഡയറക്ടറുടെ ഒരു എല്ലാ സിനിമയെ പോലെ തന്നെ ഫുള്ളും എന്താ പറയാ, എല്ലാ സിനിമയിലും വന്നിട്ട് ഇങ്ങനെ കുറെ മാസം ഡയലോഗ് അടിച്ചിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വ്യത്യസ്തമായിട്ടാണല്ലേ? ഒരു വ്യത്യസ്തമായിട്ടാണ് ചെയ്തേക്കണ. പിന്നെ മെയിൻ നടനാണല്ലോ, അപ്പൊ ഒരുപാട് ഡയലോഗും കുത്തി നിറച്ച് കാണിക്കേണ്ട കാര്യമൊന്നും. ആക്ഷൻ ആണോ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ആക്ഷനും ഉണ്ട്, കുറച്ച് ഡയലോഗും, സ്റ്റോറി തന്നെ. ഇത്ര സ്റ്റോറി ഇത്ര സമയത്തിനുള്ളിൽ എത്തിക്കണ്ടേ. ലാലേട്ടന്റെ ഇൻട്രോ എങ്ങനെയുണ്ട്? ഇൻട്രോ നൈസായിരുന്നു, മാസാണ്. കൊള്ളാം. രോമാഞ്ചമാണോ? അടിപൊളി. അപ്പൊ പ്രേക്ഷകർ ഓരോരുത്തരും എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ലാലേട്ടന്റെ ഇൻട്രോ മാസ്, രോമാഞ്ചം. അപ്പൊ വീണ്ടും മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണോ? ഇനി വീണ്ടും കാണാനുള്ള അവസരം ഉണ്ടായി കാണുന്നുണ്ട് ഇനിയിപ്പോ സമയം കിട്ടാണെങ്കിൽ ചിലപ്പോ ഒന്നും കാണും. ലാലേട്ടന്റെ അഭിനയം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഈ മീഡിയകളിലെ ഒത്തിരി ഹൈപ്പ് തന്നതനുസരിച്ച് ആ ഒരു ഹൈപ്പിനുള്ള ചിത്രം ഉണ്ടോ? നല്ല പടമാണ്.
ഒരു ലൂസിഫർ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഒരു പടം. ശരിക്കും വർഗീയത കുത്തി നിറച്ചു എന്ന് പറയുന്ന ഈ ഒരു ചിത്രം കണ്ടതിന് ശേഷം ഇല്ല സിനിമയായിട്ട് എടുക്കണമെന്നാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരാണ് പറയുന്നത് സിനിമയായിട്ട് തന്നെ എടുക്കുക, വർഗീയത കുത്തി നിറയ്ക്കരുതെന്നാണ് പറയുന്നത് കാഴ്ചപ്പാട്. ലാലേട്ടന്റെ ഡയലോഗ്സിന്റെ ഒരു എണ്ണം കുറവാണ് എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു പടമാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്കത് പറയാൻ പറ്റത്തില്ല. ലൂസിഫറിനെക്കാട്ടിലും വേറെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടമാണ് എടുത്തേക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കൂട്ടാൻ പറ്റിയ നല്ലൊരു പടമാണ്. ശരിക്കും ഒരു ഇംഗ്ലീഷ് ചിത്രം കാണുന്ന ഒരു മൂമെന്റ്സ് ആയിരുന്നു എല്ലാ ഷോട്ടുകളും. ഒരു ഹോളിവുഡ് ലെവലിലൊക്കെ എടുത്തിട്ടുണ്ട് സിനിമ. നല്ല മേക്കിംഗ് ആണ്. അപ്പൊ നല്ലൊരു സിനിമയായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഇനി വീണ്ടും ഒരു തവണ കൂടി കാണാൻ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും കാണും. ഇനിയും കാണും. തേർഡിന് വേണ്ടി തേർഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഡയറക്ടറിന്റെ അഭിനയം കൊള്ളാം. പൃഥ്വിരാജിന്റെ ഡയറക്ടർ ഡയറക്ട് ചെയ്തു. നല്ല കുറിച്ച് പറയുന്നുണ്ട്. ചിത്രത്തിൽ വർഗീയതയെ കുറിച്ചൊരു മീഡിയ വഴി കുറെ അപവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താ പറയുക? എങ്ങനെ വർഗീയതയെ കുറിച്ച് എനിക്കറിയില്ല. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? നല്ല പടമാണ്. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, നല്ല സൂപ്പർ പ്രൊഡക്ഷൻ ക്വാളിറ്റി. ശരിക്കും ഒരു ഇംഗ്ലീഷ് സിനിമ ഇംഗ്ലീഷ് സിനിമ കണ്ടൊരു ഫീലായിരുന്നു. ഈ അടുത്ത് മാധ്യമങ്ങളിൽ വർഗീയതയെ കുറിച്ചൊരു തെരഞ്ഞെടുക്കൽ നടന്നിട്ടുണ്ട്. അതായത് വർഗീയതയെ കുറിച്ചൊന്ന് ഉൾപ്പെടുത്തി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ. അത് ഫീൽ ചെയ്തായിരുന്നു? അങ്ങനെ വർഗീയത ഫീൽ ഒരു ഹിസ്റ്റോറിക്കൽ സംഭവത്തിനെ ഒരു ബേസ് ചെയ്തിട്ട് ഒരു മൂവി എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ലാലേട്ടന് വളരെയധികം ഡയലോഗ്സ് കുറവാണ് എന്ന് പറയുന്നൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ലൂസിഫറിനേക്കാളും കൂടുതലുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഉള്ള ഡയലോഗ് നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു. ലൂസിഫർ ആണോ ബെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രമാണോ? എനിക്ക് കമ്പയർ ടു നോക്കുവാണെങ്കിൽ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ ലൂസിഫർ തന്നെയാണ്. പക്ഷേ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എമ്പുരാനാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും തേർഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. യെസ്, തേർഡിന് വേണ്ടി വെയിറ്റിംഗ്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? പ്രൊഡക്ഷനും സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. രാഷ്ട്രീയം അത്രയ്ക്കാണ്ട് ശരിയായില്ല. ആ ഒരു പവറിനുള്ള ആൾക്കാരില്ല ആക്ച്വലി ഈ പോർട്രേറ്റ് ചെയ്യുന്നത്. ആകെ 5 അടിയും 5 ഇഞ്ച് ഹൈറ്റുള്ള ആൾക്കാരെ വെച്ചിട്ട് ഭയങ്കര വില്ലൻ്റെ ഒരു പരിവേഷം കൊടുത്തേക്കുക. നമുക്കറിയാലോ ആരും ഉദ്ദേശിച്ചത്. പക്ഷേ അതിനുള്ള ആളില്ല. അത് കാരണം ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ കുറവുണ്ടായിരുന്നു. ഓർഡർ കൊടുത്ത് വേറെ ആൾക്കാരെ കൊണ്ട് കൊന്നാൽ മതിയായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് രണ്ട് ചെറിയ ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ശരിയല്ല. വില്ലൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പഴയ പോലെ ഭയങ്കര മാസ് വേണം എന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വളരെ സ്കെൽറ്റായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ. മാസ് കുറഞ്ഞ ആൾക്കാരാണ് കൂടുതൽ വില്ലൻ വേഷങ്ങൾ ധരിക്കാറ്. ഇപ്പോൾ മിക്ക പടങ്ങൾ ഈ അടുത്ത് ഹിറ്റായിട്ടുള്ള മിക്ക പടങ്ങളും. അതിപ്പോൾ നെപ്പോളിയൻ ആകെ 5 സംതിങ് ഹൈറ്റുള്ളൂ. ആളെ കൊണ്ട് ഇതൊക്കെ പറ്റുമെങ്കിൽ നടക്കും. വില്ലൻ അങ്ങനെ മാസമാവണമെന്നൊന്നുമില്ല. ആളെ കൊണ്ട് ഇപ്പോൾ വിനായകൻ ഒരാളും 500 പേരാണ് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത്. ഏതാ പടത് ജയിലറിൽ രണ്ട് ആളിൽ ആ ഒരു മുണ്ടുള്ളത്. അത് വെച്ചിട്ട് ഈ പറഞ്ഞ 500 ആളെ ഫൈറ്റ് ചെയ്ത് എന്നിട്ടും അതിൻ്റെ ടോപ്പിലെത്തി. ആൾക്ക് അഭിനയമാണ് ഇതിൻ്റെയൊക്കെ മെയിൻ. തീർച്ചയായിട്ടും പൃഥ്വിരാജിന്റെ ഒരു കഷ്ടപ്പാട് എങ്ങനെയുണ്ട്? പൃഥ്വിരാജിന്റെ ഡയറക്ഷനും സീനും എല്ലാം അടിപൊളിയാണ്. ചില ക്യാരക്ടർ സെലക്ഷൻ ആർക്കോ വേണ്ടി പ്രത്യേകം സെലക്ട് ചെയ്ത പോലെ തോന്നി. പക്ഷെ അതിനുള്ള ഒരു ആൾക്കാരുണ്ടായിരുന്നില്ല എന്നുള്ള സത്യം. ഒരു വില്ലൻ്റെ വേഷം എന്ന് പറയുമ്പോൾ അതിനുള്ള കപ്പാസിറ്റി വേണ്ട ഒരാൾക്ക്. എപ്പോഴും ചിരിച്ച് മാത്രം മാധ്യമങ്ങൾ പറഞ്ഞ ഒരാൾ പെട്ടെന്ന് വന്ന് വില്ലനാണെന്ന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സിങ്കാവേണ്ടത്. അതിനുള്ളൊരു എബിലിറ്റി ഇല്ല. അതാണ് ഉണ്ടായത് ഇവിടെ ആക്ച്വലി. വീണ്ടും ഒരു തവണ കൂടി കാണാനുള്ളൊരു കാണാനുണ്ട്. ഈ കട്ടിങ്ങിന് ശേഷം വന്നിട്ട് കാണണം. കാരണം എന്താ പറയുക, ഈ അതിനുള്ള ആൾക്കാരില്ല. ഈ വില്ലൻ്റെ ആ ഒരു പരിവേഷം കൊടുക്കത്തക്ക പവറുള്ള ആൾക്കാരല്ല. മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് ചിരിച്ചും കളിച്ചും വരുന്ന ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള പവറില്ല തന്നെ. തേർഡ് 20 രാഷ്ട്രീയം ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി അടിപൊളിയാക്കി ഇരിക്കട്ടെ. അതായിരിക്കും നല്ലത്. അപ്പോൾ കേട്ടല്ലോ, ഈ ഒരു കാലഘട്ടത്തിലും വിഷവിത്തുക്കൾ എന്തിനാണ് വർഗീയത എന്ന പേരിൽ ഒരു സിനിമ കണ്ടതിന് ശേഷം ഇങ്ങനെ വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും ആ ഒരു സിനിമ കാണുക, സിനിമയായിട്ട് തന്നെ അവസാനിപ്പിക്കുക. അല്ലാതെ മനസ്സിനകത്ത് വർഗീയത പറയുന്ന രീതിയിലുള്ള വിഷാംശം കുത്തി നിറയ്ക്കാതിരിക്കുക. അപ്പോൾ ഡിഗ്രേഡ് അടിക്കുന്ന മാഫിയകളോട് അല്ലെന്നുണ്ടെങ്കിൽ കുതിര മീഡിയാസിനോട് എന്തിനാണ് ഈ പടം കഴിക്കുന്നത്? ഈ ഒരു ചിത്രം പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു.